ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് വെറും 2.5 സെൻറ്റ് പ്ലോട്ടുള്ളവർക്ക് ചെയ്യാവുന്നൊരു വീടാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ചെയ്യാവുന്നൊരു വീടാണ് ഈ ഒരു വീട്. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു കുറഞ്ഞ പ്ലോട്ടിൽ ചെയ്യാവുന്ന വീടിന്. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീട് കൂടിയാണ് ഈ ഒരു വീട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൻ്റെ എലിവേഷൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം മറ്റു സൈഡിൽ നിന്നുമുള്ള ടോപ്പ് വ്യൂ ഐസോമെട്രിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഐസോമെട്രിക് വ്യൂ വരുന്നത്. അപ്പോൾ ഒരുവിധം ആളുകൾക്കെല്ലാം ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഐസോമെട്രിക് വ്യൂ. ഇനി നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് ഐസോമെട്രിക് വ്യൂ കൂടി നോക്കാം. ഈ കാണുന്നതാണ് നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് ഐസോമെട്രിക് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഫ്രണ്ട് 2 സൈഡിലോട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ സിറ്റ് ഔട്ടിലോട്ടുള്ള എൻട്രി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 സൈഡിലും നമുക്ക് ഈ ഒരു വീട് ഫ്രണ്ട് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2.5 സെൻറ്റ് പ്ലോട്ട് ആവശ്യമുള്ള ഈ ഒരു വീട് വെക്കാനായിട്ട്. അതുപോലെ തന്നെ സാധാരണ എല്ലാ വീടുകളെ പോലെയും എല്ലാവിധ ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ളൊരു വീടാണ്. 2 ബെഡ്റൂമാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീടാണ്. ഒരുപാട് പേർ പണമില്ലാത്തതിൻ്റെ പേരിൽ വീട് പണിക്ക് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അവർക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും മറ്റുള്ളവരുമായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്ലാനിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. ഇതിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട്, ലിവിങ് ഹാൾ, ബെഡ്റൂം, ഡൈനിങ് ഹാൾ, ടോയ്ലറ്റ്, ബെഡ്റൂം, കിച്ചൺ. ഇത്തരം ഫെസിലിറ്റീസാണ് നമുക്ക് ഈ ഒരു പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ വീതി കുറഞ്ഞിട്ടും നീളം ലേശം കൂടിയിട്ടുമാണ്. നിങ്ങളുടെ പ്ലോട്ട് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യാവുന്നതാണ്. കാര്യം ഈ വീടിന് ഇപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു വീടിന് ഇവിടെയാണ് ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ട് ചെയ്തിട്ടുള്ള സിറ്റ് ഔട്ടിലോട്ടുള്ള എൻട്രി ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടെയും സിറ്റ് ഔട്ടിന് എൻട്രി കൊടുത്തിട്ട് ഈ വീട് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ലേ ഔട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നുകൂടി ഒന്ന് എഫക്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻപത്തെ ലേ ഔട്ട് തന്നെയാണ് വേണ്ടതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതില്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഈ ഒരു ലേ ഔട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്ലാനിലോട്ട് കടക്കാം. ഇതിലൂടെ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് എൻ്റർ ചെയ്തു. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോർമലി സൈസിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ അകത്തല്ല നമുക്കിതിൻ്റെ പില്ലർ വരുന്നത്. പില്ലർ പുറത്തായിട്ടാണ്. നമുക്ക് സൺഷെയ്ഡ് അടക്കം കവർ ചെയ്തിട്ട് സൺഷെയ്ഡിൻ്റെ എൻഡിലാണ് നമുക്ക് ഇതിൻ്റെ പില്ലർ വെച്ചിട്ടുള്ളത്. അപ്പോൾ പില്ലർ സിറ്റ് ഔട്ടിലോട്ട് വരുന്നില്ല. അപ്പോൾ സിറ്റ് ഔട്ട് അത്രയും വിശാലമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ വാളിൽ നമുക്ക് വിൻഡോസ് ഒന്നും തന്നെ വരുന്നില്ല. ആകെ മെയിൻ ഡോർ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമുക്കൊരു മെയിൻ ഡോറാണ്. മെയിൻ ഡോർ എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ലിവിങ് ഹാൾ, നോർമലി ഒരു ക്യൂട്ട് സൈസിലുള്ളൊരു ലിവിങ് ഹാൾ, ഒരു 5-6 പേർക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യാവുന്ന ഒരു സോഫയാണ് ഈ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 പേര് കൂടെ ഇവിടെ ഇരിക്കാനുള്ള ഏരിയ കിട്ടും. നമ്മൾ കൺജസ്റ്റഡ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്. നമ്മളിതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ എലമെൻറ്റ്സ്, ഈ സോഫയാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഡൈനിങ് ഹാളാണെങ്കിലും ബെഡാണെങ്കിലും കിച്ചണിലെ കാര്യങ്ങളാണെങ്കിലും കറക്റ്റ് ഇതിൻ്റെ ഒറിജിനൽ സൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ചെറുതായത് കാരണം എത്രത്തോളം സൈസ് നിങ്ങളുടെ റൂമുകളിലും ഹാളിലും കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒറിജിനൽ സൈസാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവിങ് ഹാളിൽ ചെറിയൊരു സോഫ ഇട്ടിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ലിവിങ് ഹാൾ ഇവിടെ ഒരു ഫ്രണ്ടിലോട്ടായിട്ടൊരു 3 കള്ളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഹാൾ. പിന്നെ ഇങ്ങനെ ക്രോസിലൊരു ആർച്ചാണ് വരുന്നത്. ഒരു ഓപ്പൺ ഏരിയയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ചെറിയൊരു പാസേജിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരും. കോമൺ ടോയ്ലറ്റിലോട്ട് നമുക്ക് ലിവിങ് ഹാളിൽ നിന്നോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്നോ ഒന്നും വ്യൂ വരുന്നില്ല. അത് കാരണം ഇത് നിങ്ങൾക്ക് തോന്നും ഇത് ഓപ്പണായിട്ട് കിടക്കുന്നു എന്നുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് ഇതിന് വരുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കോമൺ ബാത്റൂം വരുന്നത്. ഒരൊറ്റ സിംഗിൾ ബാത്റൂമാണ്
നമുക്ക് ഈ ഒരു വീടിന് വരുന്നത് അത് ഈ ഒരു ബാത്റൂമാണ്. അത്യാവശ്യം കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും സൈസുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നെക്സ്റ്റ് നമുക്കൊരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂം രണ്ടും ഏകദേശം ഒരേ സൈസിലാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ് കണ്ട്, ഈ ഒരു ബെഡ് നോർമലി ഡബിൾ കോട്ട് ബെഡാണ് വെച്ചിട്ടുള്ളത്. 6x5 ഡബിൾ കോട്ട് ബെഡ്. ഈ ഒരു ബെഡ് ഇട്ടതിന് ശേഷം ഈ റൂമിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സൈസുള്ളൊരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നിങ്ങൾക്ക് മനസ്സിലാവും. 5x6 ഒരു ബെഡാണ് ഈ കിടക്കുന്നത്. ഒറിജിനൽ സൈസിലുള്ള ഒരു ബെഡാണ്. ബാക്കി ഇത്രയും ഭാഗം ബെഡ്റൂമിൽ ഗ്യാപ്പുണ്ട്. ഇവിടെ നമ്മളൊരു 3 കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 കള്ളി വിൻഡോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമ്മൾ നേരെ ഈ പാസേജിലോട്ട് ഇറങ്ങി ഫ്രണ്ടിലുള്ളൊരു ബെഡ്റൂമിലോട്ട് പോകാം. സെയിം സൈസ് തന്നെയാണ്. സെയിം സൈസിൽ ഇതിലും വെച്ചിട്ടുള്ളത് നമ്മൾ 6x5 ഡബിൾ കോട്ട് ബെഡാണ് ഇതിലും കാണിച്ചിട്ടുള്ളത്. ഇതും ഒറിജിനൽ സൈസാണ്. 6x5 ആണ് ഈ സൈസ് കാണിച്ചിട്ടുള്ളത്. ബാക്കി ഇത്രയും ഏരിയ ഈ റൂമിന് ബാക്കി സ്ഥലമുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ എല്ലാത്തിലും മനസ്സിലാകും. എല്ലാം ഒറിജിനൽ സൈസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫ്രണ്ടിലോട്ടൊരു 3 കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു 2 കള്ളി വിൻഡോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിൽ നിന്നും ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളാണ് ഇതിൽ ഏറ്റവും വിശാലമായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. ഏറ്റവും സൈസ് കൂടിയിട്ടുള്ളൊരു സ്പേസ്. ഡൈനിങ് ഹാളിലും ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് 6 പേർക്ക് ഇരിക്കാവുന്നൊരു ഡൈനിങ് ടേബിൾ. അത് ഒറിജിനൽ സൈസിലുള്ളൊരു ഡൈനിങ് ടേബിളാണ്. ആ ഡൈനിങ് ടേബിൾ ഇട്ടതിന് ശേഷം ഇത്രയും ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ എല്ലാ വീഡിയോയിലും ഇനി മുതൽ അങ്ങനെ ആയിരിക്കും. ഒറിജിനൽ സൈസിലുള്ളതാണ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സൈസ് എത്രയുണ്ട്, എത്ര സൈസ് ബാക്കി ഉണ്ടാകും എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഏരിയ നമുക്കിതിൽ ഫ്രീ ആയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നമ്മളൊരു 3 കള്ളി വിൻഡോ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ചെറിയൊരു കിച്ചണുണ്ട്. നോർമൽ സൈസിലും കുറച്ച് ചെറുതാണ് കിച്ചൺ വരുന്നത്. എന്നാൽ കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനനുസരിച്ചുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകും. നമ്മൾ ചെറിയൊരു വീടല്ലേ, 2.5 സെൻറ്റിൽ ഉള്ളൊരു വീടല്ലേ. ഇതിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തുക എന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. അതിലൊരു വെല്ലുവിളി സ്വീകരിച്ച് നമ്മളത് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിച്ചൺ. ഒരു അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാൻ സൈസുള്ളൊരു കിച്ചണാണ്. കിച്ചണിൽ നമ്മളിവിടെ ഒരു വെൻറ്റിലേഷനായിട്ടാണ് കാണിച്ചിട്ടുള്ളത് മുകളിലായിട്ട്. അതായത് ഇവിടെ സ്മോക്കി ചിമ്നി വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ വലിയ വിൻഡോ വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വെൻറ്റിലേഷനായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് നമുക്കിത് എക്സിറ്റ് ഡോറാണ്, പുറത്തോട്ടുള്ള എക്സിറ്റ് ഡോറ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കിച്ചണിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും പറയാം. ഈ വീടിന് നമുക്ക് സ്റ്റെയർ അകത്ത് അറേഞ്ച് ചെയ്തിട്ടില്ല. അറേഞ്ച് ചെയ്യാൻ നമുക്ക് സ്പേസ് ഇല്ലാത്ത കാരണം അകത്ത് അറേഞ്ച് ചെയ്തിട്ടില്ല. പൊതുവേ നമ്മൾ ഈ സ്ഥലം കുറഞ്ഞ ഏരിയകൾ, കോമൺ ആയിട്ട് ഈ സൈസ് വീട് വെക്കുന്നത് തമിഴ്നാട് ഏരിയകളിലാണ്. അവിടെ അവർ ചെയ്യുന്നത് പുറത്താണ് സ്റ്റെയർ വരുന്നത്. എക്സ്റ്റീരിയർ സ്റ്റെയറാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പ്ലാനിൽ 2.5 സെൻറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഈ ഒരു സ്ക്വയർ ഫീറ്റ്, ഇതിൻ്റെ കുറഞ്ഞ സ്ക്വയർ ഫീറ്റാണ്. സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയാം. ആ ഒരു ഏരിയയിലും ഇതിൻ്റെ ബഡ്ജറ്റിലും നമുക്ക് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മൾ സ്റ്റെയർ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റെയർ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഏരിയ കൂടും, ഇതിൻ്റെ പ്ലോട്ട് റിക്വയർമെൻറ്റ് കൂടും. അത് കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തതാണ്, സ്റ്റെയർ ഉൾപ്പെടുത്താതെ. ബാക്കിയുള്ള മറ്റെല്ലാ ഫെസിലിറ്റീസും ഈ ഒരു വീടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോമൺലി നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് സൈഡിൽ അവർ ചെയ്യുന്നത്, അവർക്ക് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ അവർ ഒറ്റ ബെഡ്റൂമാണ് ചെയ്യുന്നത്. ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ ഏരിയ നോക്കാം നമുക്ക്. ഗ്രൗണ്ട് ഫ്ലോർ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 550 സ്ക്വയർ ഫീറ്റാണ്. 550 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലോട്ട് റിക്വയർമെൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2.5 സെൻറ്റ് പ്ലോട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീട് നമുക്ക് കറക്റ്റായിട്ട് അതിൽ വെക്കാം. എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ട് വെക്കാം. 2.5 സെൻറ്റ് പ്ലോട്ട് മിനിമം മതി. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ ഒരു വീടിൻ്റെ മറ്റു ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ വന്ന് കമൻറ്റ്
നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.